السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. اللهم صل وسلم وبارك عليه. ഏറെ ബഹുമാന ആദരവുകൾ നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളെ പറഞ്ഞ് അൽഹംദുലില്ലാഹ് വിപ്ലവത്തിൻ്റെ വിജയഗാഥയുമായി ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ വലിയ ഒരു അധ്യായം, അവിടുത്തേക്ക് അല്ലാഹു തആല നബുവത്ത് നൽകിയ ആ സുന്ദരമായ നിമിഷം പറയാനാണ് കഴിഞ്ഞ ദിവസം നാം അവസാനിച്ചിടത്ത് നിന്ന് ആരംഭിക്കുമ്പോൾ ഉള്ളത്. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തേക്ക് 40 വയസ്സു പ്രായം ആയ സമയം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ടാവുകയും അങ്ങനെയാണ് മക്കയിലെ ഹിറാ ഗുഹയിൽ പോയി ഒഴിഞ്ഞ് ആളുകളുമായി സഹവാസമില്ലാതെ ഇരിക്കുകയും ചില സമയങ്ങളിലെല്ലാം 10 ദിവസമോ അതിൽ കൂടുതലോ പലപ്പോഴും 1 മാസം വരെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ കഴിച്ചു കൂട്ടാറുണ്ടായിരുന്നു. ആ ദിവസങ്ങളിലെല്ലാം മഹദിയായ ഖദീജ ബീബി റളിയല്ലാഹു അൻഹാ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഭക്ഷണവും ആവശ്യമായ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും കൊണ്ടുപോയി കൊടുക്കുകയും ഒക്കെ ചെയ്തതും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. അങ്ങനെയിരിക്കെ കുറച്ചു നാളുകൾ കഴിഞ്ഞ് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏകാന്ത പതികനായി ഒറ്റയ്ക്കിങ്ങനെ ആരാധനാ മനസ്സോടുകൂടെ ആ ഗുഹയിലിരിക്കുന്ന സമയം അവിടുത്തെ മുന്നിലേക്ക് ഒരാൾ വരികയും ആ വന്ന മനുഷ്യൻ എന്നല്ല, ആ വന്ന അയാൾ വന്നുകൊണ്ട് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാണ്, അബ്ശിർ യാ മുഹമ്മദ് അന ജിബ്രീലു വഅൻത റസൂലുള്ളാഹി ഇലാ ഹാദിഹിൽ ഉമ്മ. ആ വന്ന ആള് മനുഷ്യനായിരുന്നില്ല, അല്ലാഹുവിൻ്റെ മാലാഖയായിരുന്നു. ആ മാലാഖ, ആ മലക്ക് ആരാണ്? ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമാണ്.
അവിടുന്ന് വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞത്, ഓ മുഹമ്മദ് നബിയേ, ഓ സ്തുതിക്കപ്പെട്ടവരെ, അങ്ങ് സന്തോഷിക്കുക, ഞാൻ ജിബ്രീലാണ്, നിങ്ങളോ ഈ ഉമ്മത്തിലേക്ക് അല്ലാഹു അയച്ച റസൂലാ. ഈ വിഷയമങ്ങ് പറഞ്ഞപ്പോ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പെട്ടെന്നങ്ങ് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. കാരണം ഇത്ര നാൾ കാണാത്ത ഒരു കാഴ്ചയാണ്, ഇത്ര നാൾ കാണാത്ത, ഇത്ര ദിവസമായി ഇല്ലാത്ത ഒരു അനുഭവമാണ്. ഏതായാലും ആ വന്ന ജിബ്രീൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇഖ്റ എന്ന് പറയുകയാണ്. അവിടുന്ന് പറയാണ്, നിങ്ങൾ വായിക്കുക. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ അവിടുത്തേക്ക് വായന അറിയില്ലല്ലോ, അവിടുന്ന് ഉമ്മിയായ റസൂലല്ലേ. എന്നു പറഞ്ഞാൽ എഴുത്തോ വായനയോ ഹബീബായ തങ്ങൾ പഠിച്ചിട്ടില്ല. അതും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള ഫളലാണ്. കാരണം പലരും കുറ്റപ്പെടുത്തുകയും പലരും പറയുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ടായി വിശുദ്ധ ഖുർആനെ കുറിച്ച്. ആ ഖുർആൻ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വയം ഉണ്ടാക്കിയതാകില്ലേ എന്ന വിമർശനം വരുമ്പോഴാണ് ഈ എഴുത്തോ വായനയോ കൃത്യമായ രീതിയിൽ പഠിക്കാത്ത ഹബീബായ തങ്ങളെങ്ങനെ ഇങ്ങനെയൊരു ഗ്രന്ഥമുണ്ടാക്കും? അല്ല അല്ല, ആ ഗ്രന്ഥം സ്രഷ്ടാവായ ഇലാഹായ ഖാലിഖായ ഒരുത്തരിൽ നിന്ന് തന്നെയുള്ളതാണ് എന്ന ബോധ്യപ്പെടുത്തലിന് ഹബീബായ മുത്തുനബിക്ക് ആവശ്യമായ ഒരു ശ്രേഷ്ഠത തന്നെയാണ് അവിടുന്ന് ഉമ്മിയായ റസൂലാണ് എന്ന് ആദ്യമേ ബോധ്യപ്പെടുത്തുകയാണ്. ഏതായാലും ഹബീബായ തങ്ങളോട് ഈ വന്ന മലക്ക് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം അവിടുന്ന് പറഞ്ഞു, ഇഖ്റ, വായിക്കുക, ഓതുക. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ഇങ്ങനെ പറഞ്ഞപ്പോ ഹബീബായ തങ്ങൾ പറഞ്ഞ മറുപടി, മാ അന ബിഖാരിഇൻ, ഞാനിങ്ങനെ ഓതുന്ന ആളല്ല, എനിക്ക് ഓതാൻ പെണ്ണില്ലേ എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ ആ വന്ന ജിബ്രീൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂട്ടിപ്പിടിക്കുകയും ആ കൂട്ടിപ്പിടുത്തം ഹബീബായ തങ്ങൾക്കൊരു പ്രയാസമുണ്ടാക്കുകയും ശേഷം വീണ്ടും പറയുന്നു, ഇഖ്റ. ഹബീബായ തങ്ങൾ അതേ മറുപടിയാണ്, മാ അന ബിഖാരിഇൻ. ജിബ്രീൽ വീണ്ടും കൂട്ടിപ്പിടിച്ചു. ഹബീബായ തങ്ങളോട് പറഞ്ഞു, ഇഖ്റ. ഹബീബായ തങ്ങളതേ മറുപടി, മാ അന ബിഖാരിഇൻ, എനിക്കോതാനൊന്നും വരുന്നില്ല, എനിക്കോതാൻ അറിയില്ല. ഏതായാലും 3 തവണ ഹബീബായ തങ്ങളോട് സെയിം ക്വസ്റ്റ്യൻ, അതേ വാക്ക്, അവിടുത്തെ മറുപടിയും. അവസാനം ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം അവിടുന്നങ്ങ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുന്ന് പറയുകയാണ്, സൂറത്തുൽ അലഖിലെ 1 മുതൽ 5 വരെയുള്ള ആയത്തുകൾ ആദ്യമായി ഇറങ്ങിയ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുകൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ആ ആയത്തുകളെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഓതിക്കൊടുക്കുകയും അത് ഓതിക്കൊടുത്ത സമയം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുന്നതാ ആ ഗുഹയിൽ നിന്ന് ഇറങ്ങിയിട്ട് വീട് ലക്ഷ്യമാക്കി ഓടുകയാണ്.
വീട്ടിലേക്ക് വരികയാണ്. കാരണം എന്താ? ഇന്നേ വരെ കാണാത്ത കാഴ്ചയാണ്, കേൾവിയാണ്, അനുഭവമാണ്. ആ അനുഭവങ്ങളുമായി ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുന്ന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് പേടിച്ചു കൊണ്ടുവരികയും മഹദിയായ ഖദീജ ബീവിയോട് പറയുന്നുണ്ട്, സമ്മിലൂനി സമ്മിലൂനി, എന്നെ പുതപ്പിടൂ, എന്നെ പുതപ്പിട്ടു മൂടൂ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും അവിടുന്ന് പറയുകയാണ്, ലഖദ് ഖശീതു അലാ നഫ്സി, ഞാൻ എൻ്റെ നഫ്സിൽ ഞാൻ വല്ലാതെ പേടിച്ചിരിക്കുന്നു എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹാ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമാശ്വസിപ്പിക്കുകയാണ്. ഹബീബായ മുത്തുനബിയോട് പറഞ്ഞു, കല്ലാ വല്ലാഹി മാ യുഖ്സികല്ലാഹു അബദാ. നബിയേ, അല്ലാഹു സത്യം, ഒരിക്കലും അല്ലാഹു അങ്ങയെ പ്രയാസപ്പെടുത്തൂല നബിയേ. എന്തേ കാരണം പറയുന്നത്? മഹദിയായ ഖദീജ ഉമ്മ തന്നെ പറയാണ്, ഇന്നക ലതസിലുർ റഹിമ വതഹ്മിലുൽ കല്ല വതക്സിബുൽ മഅദൂമ وتقري الضيف وتعين على نوائب الحق. ഇങ്ങനെ തുടങ്ങിയിട്ട് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാണ്, നബിയെ, അങ്ങ് കുടുംബബന്ധം പുലർത്തുന്നയാളാണ് എന്നു മാത്രമല്ല മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ ഏറ്റെടുക്കുന്നവരാണ്. നിരാലംബരായ പാവപ്പെട്ടവർക്ക് സമ്പത്ത് നൽകുന്നവരും അതിഥികളെ സൽക്കരിക്കുന്നവരുമാണ്. കഴിഞ്ഞില്ല, പ്രയാസത്തിൽ അകപ്പെട്ടവരെ അങ്ങ് സഹായിക്കുന്നവരുമാണല്ലോ നബിയേ എന്നു പറഞ്ഞിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബീവി പറയുന്ന ഒരു വാക്കുണ്ട്, ഫലാ യുസല്ലിതുല്ലാഹു അലൈക ശയാത്തീൻ. അങ്ങയുടെ മേൽ അല്ലാഹു പിശാചിനെ അല്ലാഹു അധികാരപ്പെടുത്തുകയില്ല. ഇങ്ങനെ തുടങ്ങിയിട്ട് ആശ്വാസത്തിന്റെ വാക്കുകൾ മഹദിയായ ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹയദാ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകുമ്പോ ഹബീബായ മുത്തുനബിയെയും കൂട്ടിയിട്ട് മഹദിയദാ വറഖത്ത് ഇബ്നു നൗഫൽ എന്ന് പറയുന്ന മഹദിയുടെ തന്നെ കുടുംബത്തിൽപ്പെട്ട പ്രായാധിക്യമെത്തിയ കണ്ണു കാണാൻ പോലും സാധിക്കാത്ത ജാഹിലിയ്യ കാലത്ത് നസ്രാനിയായ വേദപണ്ഡിതനായ ബഹുമാനപ്പെട്ട വറഖത്ത് ഇബ്നു നൗഫൽ, അതായത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കൂട്ടിയിട്ട് ഖദീജ ബീവി പോകുന്നത് അവിടുത്തെ പിതൃ സഹോദരന്റെ മകന് കൂടെയായ വറഖത്ത് ഇബ്നു നൗഫലിന്റെ അടുക്കലേക്കാണ്. എന്നിട്ടൊരു വാക്ക് പറയുകയാണ്, യബ്ന അമ്മി ഇസ്മഉ മിൻ ഇബ്നി അഖീക്. ഓ എന്റെ പിതൃവ്യ മകനെ. എന്നിട്ട് വിളിച്ചുകൊണ്ട് പറയാണ്, നിങ്ങൾ നിങ്ങളുടെ സഹോദരപുത്രന്റെ വിശേഷമൊന്നറിയൂ, അവിടുന്ന് പറയുന്നതൊന്നു കേൾക്കൂ. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വറഖത്ത് ഇബ്നു നൗഫലിന്റെ സഹോദരപുത്രനൊന്നും അല്ല. പക്ഷെ അറബികളുടെ ഒരു പൊതു വർത്തമാനമാണത്. ആ വർത്തമാനം ആ രീതിയിൽ മഹദിയായ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ ഉപയോഗിച്ചതാണ്. ഏതായാലും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ വിഷയങ്ങളെ വറഖത്ത് ഇബ്നു നൗഫലിനോടങ്ങ് പറയുമ്പോ അത്ഭുത രൂപേണ വറഖത്ത് ഇബ്നു നൗഫൽ പറയുന്ന മറുപടിയുണ്ട്, ഹാദന്നാമൂസുല്ലദീ നസ്സലല്ലാഹു അലാ മൂസാ. അതാരാ വന്നത്?
അത് നല്ല കാര്യങ്ങൾ സ്വകാര്യമായി കൈമാറുന്ന ആ രീതിയിൽ പേര് വിളിക്കുന്ന ആളാണ് നാമൂസ്. ആ നാമൂസാണ് നേരത്തെ ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് വന്ന അതേ നാമൂസ് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും വറഖത്ത് ഇബ്നു നൗഫൽ പറയുന്ന വാക്കുണ്ട്, യാ ലൈതനി ഫീഹാ ജിദ്അൻ ഇദ് യുഖ്രിജുക ഖൗമുക. അവിടുന്ന് പറയാണ്, അങ്ങ് ജനിച്ചു വളർന്ന ഈ നാട്ടിൽ നിന്ന് അങ്ങയെ ആ നാട്ടുകാര് പുറത്താക്കുമ്പോ ഒരു യുവാവായി ഞാൻ ഉണ്ടായിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ എന്ന് പറയുമ്പോ അവിടുന്ന് ജനിച്ചു വളർന്ന ആദരവോടുകൂടെ ആളുകളെല്ലാം അൽ അമീൻ എന്ന് വിളിക്കുന്ന ആ നാട്ടിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെടുമെന്ന് വറഖത്ത് ഇബ്നു നൗഫൽ പറഞ്ഞപ്പോ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നുണ്ട്, അവിടുന്ന് കേൾക്കുന്നുണ്ട്, അവ മുഖ്രിജിയഹും, ഇവരെന്നെ പുറത്താക്കുമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഇവരെന്നെ നാട്ടിൽ നിന്ന് പുറത്താക്കുമെന്നാണോ നിങ്ങൾ പറയുന്നത്? ആ സമയത്ത് വറഖത്ത് ഇബ്നു നൗഫലിന്റെ മറുപടിയാണ്, നിങ്ങൾ കൊണ്ടുവന്നതുപോലെ ഇതേ ആശയം കൊണ്ടുവന്നവരുടെ എല്ലാവരുടെ അവസ്ഥയും ഇതുതന്നെയാണ് എന്ന് പറയുകയും അവിടുന്നതാ വറഖത്ത് ഇബ്നു നൗഫൽ പറയാണ്, അങ്ങനെ നിങ്ങളെ ആളുകൾ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുന്ന സമയം ഞാനുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ശക്തി പകരാൻ നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. പക്ഷേ അദ്ദേഹത്തിന് കൂടുതൽ ആയുസ്സുണ്ടായില്ല. വൈകാതെ അദ്ദേഹം മൗത്താവുന്നുണ്ട്. ഏകദേശം 40 ദിവസം എന്ന് അല്ലെങ്കിൽ അതിനടുത്ത ദിവസങ്ങളിൽ അദ്ദേഹം പിന്നീട് മൗത്താകുന്നുണ്ട്. ഏതായാലും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല നബൂവത്തിന്റെ സുന്ദരമായ സന്ദേശങ്ങൾ അയച്ചു തുടങ്ങി. അത് റമളാൻ മാസത്തിലായിരുന്നു എന്ന് കാണാം. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിനെ ഇറക്കിയത് റമളാനിലാണെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നതാണ്. ആ രീതിയിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിശുദ്ധമായ ആ വാക്യങ്ങളെ അല്ലാഹു തആല ഇറക്കിയത് റമളാനിലാണെന്നും അതുതന്നെ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിലാണെന്നും പണ്ഡിതന്മാര് പറയുന്നത് കാണാം. ഏതായാലും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുത്തേക്ക് ആദ്യമായി വഹി വന്ന ശേഷം പിന്നീട് ഏകദേശം 40 നാളത്തോളം, അതല്ല 6 മാസക്കാലമടക്കം ഹബീബായ മുത്തുനബിക്ക് വഹിയോ മറ്റോ വന്നില്ല. അതെന്തി അങ്ങനെ ഒരു 4 മാസക്കാലം അല്ലെങ്കിൽ അത്ര സമയം വഹിയോ കാര്യങ്ങളോ വരാതിരുന്നത് എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. അവര് പറയുന്നത് അള്ളാഹുവിന്റെ വചനം കേൾക്കാനുള്ള ആ ആഗ്രഹം, ജിബ്രീലിന്റെ വരവ്, ആ വരവ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാത്തിരിക്കുകയാണ്. ആ ഒരു താല്പര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാലയളവ്, ഈ ഒരു ഗ്യാപ്പ് വെച്ചത് എന്ന് കാണാൻ സാധിക്കുന്നതാണ്. ഏതായാലും ആ ഒരു സമയം കഴിഞ്ഞു. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയാണ്, ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ടപ്പോൾ വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും ശേഷം പിന്നിലേക്കും എല്ലാം ഞാൻ നോക്കി, പക്ഷേ എവിടെയും ഒന്നും കണ്ടില്ല. ആ സമയം ഞാനൊന്ന് ആകാശത്തേക്ക് നോക്കി, മുകൾ ഭാഗത്തേക്ക് നോക്കി. ആ സമയം ഞാൻ കണ്ട കാഴ്ചയാണ്, എന്റെ അടുക്കലേക്ക് ഹിറാ ഗുഹയിൽ വന്ന അതേ മലക്ക് ആകാശത്തിന്റെ ഭാഗത്ത് ഒരു പ്രത്യേക കസാരയിൽ, ഒരു പ്രത്യേക കുർസിയിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ ഭയന്നുകൊണ്ട് വീട്ടിലേക്ക് വീണ്ടും ചെന്നു. ആ സമയത്ത് ഞാൻ പറഞ്ഞു, എന്നെ പുതപ്പിട്ടു മൂടൂ,
എന്ന് വീണ്ടും പറഞ്ഞപ്പോഴാണ് യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ വറുജ്സ ഫഹ്ജുർ എന്ന മഹത്തായ ആയത്തുകൾ ഇറങ്ങിയത് എന്ന് കാണാം. ഹബീബായ തങ്ങളോട് എഴുന്നേൽക്കാൻ പറയാണ്. ആളുകൾക്കിടയിൽ ഇറങ്ങിയിട്ട് അവിടുന്നോട് അള്ളാഹു മുന്നറിയിപ്പ് നൽകാനുള്ള നിർദ്ദേശം നൽകുകയാണ്. ഏതായാലും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തേക്ക് നുബുവ്വത്ത് കിട്ടി. നുബുവ്വത്ത് കിട്ടിയ ഉടനെ ഹബീബായ മുത്തുനബിയിൽ വിശ്വസിച്ചു മഹദിയായ ഖദീജ ബീബി റളിയല്ലാഹു അൻഹാ. അതേ ദിവസം തന്നെ വിശ്വസിച്ചവരാണ്. പിന്നീട് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾ കടന്നു വരികയാണ്. ബഹുമാനപ്പെട്ട അലിയാർ തങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ഏതായാലും ഇസ്ലാമിന്റെ ആദ്യഘട്ടം, പ്രബോധനത്തിന്റെ പ്രാരംഭഘട്ടം, ആദ്യത്തെ 3 വർഷം രഹസ്യമായിരുന്നു. അടുത്ത ആളുകളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് അതുതന്നെ പരസ്യമാക്കാതെ വളരെ സീക്രട്ടായി ആ രീതിയിലാണ് ഇസ്ലാമിന്റെ പ്രബോധനം നടന്നത്. ഇൻഷാ അല്ലാഹ് പ്രമുഖരായ ചിലർ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിനെ കുറിച്ച് കൂടെ പറയണം. അതിന്റെ മുമ്പ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജിബ്രീലും കണ്ടത് എത്ര തവണയാണ്? മറ്റുള്ള നബിമാരുടെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ടുണ്ടെങ്കിൽ പോലും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഇബ്നു ആദിൽ റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ തഫ്സീർ രേഖപ്പെടുത്തുന്നുണ്ട്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം വന്നത് 24,000 തവണ. 24,000 24,000 ടൈംസ് ഹബീബായ മുത്തുനബിയുടെ അടുക്കലേക്ക് വന്നിട്ടുണ്ട്. അതേസമയം മറ്റുള്ള നബിമാരുടെ അടുക്കലേക്ക്, ആദം നബിയുടെ അടുക്കലേക്ക് ആകെ 12 തവണ മാത്രമേ വന്നിട്ടുള്ളൂ. ബഹുമാനപ്പെട്ട ഇദ്രീസ് നബിയുടെ അടുക്കലേക്ക് 4 തവണ. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്കോ 50 തവണ വന്നിട്ടുണ്ട്. ഇബ്രാഹിം നബിയുടെ അടുക്കലേക്ക് 42 തവണ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് 400 തവണ, 400 വട്ടം വന്നിട്ടുണ്ട്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് 10 വട്ട, 10 പ്രാവശ്യമാണ് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം വന്നത്. പക്ഷേ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലോ 24,000 തവണ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം അവിടുന്ന് വന്നിട്ടുണ്ടേ. കാരണമെന്താണ്? അവിടുന്ന് അഷ്റഫുൽ ഖൽഖാണ്, അവസാനത്തെ പ്രവാചകരാണ്. ആ നബിക്ക് ശേഷം വേറെ ഒരു നബിയില്ല. ലാ നബിയ ബഅദി, എനിക്കു ശേഷം വേറെയൊരു നബി വരാനില്ല എന്നു പഠിപ്പാട്ടിയ ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം, എന്റെയും എനിക്ക് മുന്നേ കഴിഞ്ഞുപോയ നബിമാരുടെയും ഒരു ഉപമ, ഒരു എക്സാമ്പിൾ, ഒരു അക പോലെയാണ്. ഒരു വീട്, ഒരാൾ ഒരു വീടുണ്ടാക്കി, ആ വീടെല്ലാം നല്ല ചന്തത്തിലാക്കി. പക്ഷേ ആ വീടിന്റെ ഒരു കോർണറിൽ, ഒരു മൂലയിൽ ഒരു ഇഷ്ടിക വെച്ചിട്ടില്ല. ബാക്കിയെല്ലാം ഓക്കെയാണ്. ആ ഇഷ്ടിക മാത്രം ബാക്കിയുണ്ട്. ആളുകളെല്ലാം ആ വീടിങ്ങനെ നോക്കിയിട്ട്, ആ അകങ്ങനെ നോക്കിയിട്ട് പറയും എല്ലാം ഓക്കെയാണ്, പക്ഷേ ഇവിടെ ഒരു ഇഷ്ടിക ഉണ്ടായിരുന്നെങ്കിൽ ഇതങ്ങ് പൂർത്തിയായിരുന്നു, നന്നായിരുന്നു. ആ സമയം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ഞാനാണ് ആ ഇഷ്ടിക,
ഞാനാണ്, ഫഅനല്ലബിനതു ഞാനാണ് ആ ഇട്ടിക, ഞാൻ വരലോടുകൂടെ ഇസ്ലാം പരിപൂർണമായി. ഇനി അതിലേക്കൊന്നും കൂട്ടാനില്ല, അതിൽ നിന്നൊന്നും കുറക്കാനുമില്ല. അതാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു എക്സാമ്പിൾ, ഉപമ. ഇനിയോ നുബുവത്തായി ഹബീബായ തങ്ങൾ ഇസ്ലാമിനെ പഠിപ്പാട്ടാണ്, രഹസ്യമായിട്ടാണ് ആദ്യത്തെ 3 ആണ്ടുകാലം നടന്നത്. പിന്നീടാണ് പരസ്യ പ്രബോധനത്തിലേക്ക് ഇറങ്ങുന്നത്. അവിടെ കാണാം ഇസ്ലാമിലേക്ക് കടന്നു വന്ന ചില പ്രമുഖരായ ആളുകൾ. 1-2 ആൾമാരെ കുറിച്ച് മാത്രം ഇപ്പോൾ പറയാം, ബാക്കി അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് അതിന്റെ തുടർച്ച പറയാം. ബഹുമാനപ്പെട്ട അംർ ഇബ്നു അബ്സ എന്നവര് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിച്ചവരിൽ ആദ്യം വിശ്വസിച്ച ആളുകളിൽപ്പെട്ടവരാണ്. ഇസ്ലാമിന്റെ ആദ്യകാലത്ത് തന്നെ മുസ്ലിമായ ആളാണ് അംർ ഇബ്നു അബ്സ എന്നവര്. അവിടുന്ന് പറയുന്നുണ്ട്, അവിടുന്ന് ബഹുമാനപ്പെട്ട അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാം. ബഹുമാനപ്പെട്ട അംർ റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് ജാഹിലിയ കാലത്ത് ഇങ്ങനെ ബിംബാരാധന, ആളുകളെല്ലാം ഓരോ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന സമയമാണ്. പക്ഷേ എനിക്കതിനോട് താല്പര്യമുണ്ടായിരുന്നില്ല. എനിക്കെന്തോ ഒരു വെറുപ്പ് ആ സമയത്തെ വന്നിരുന്നു. കാരണം ഞാൻ മനസ്സിലാക്കിയത്, ഈ കല്ലുകൾക്ക് ഒരു ഉപകാരവും ചെയ്യാൻ കഴിയില്ല, ഒരു ഉപദ്രവമാക്കാൻ കഴിയില്ല, പിന്നെ എന്തിനാരാധിക്കണം? ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അതാ അഹ്ലു കിതാബിൽപ്പെട്ട നസാറയോ അതല്ലെങ്കിൽ ജൂതനോ ആയ ഒരാളെ ഞാൻ കാണാനിടയായി. ഞാൻ അയാളോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? ബഹുമാനപ്പെട്ടവര് പറയാണ്, ഫസഅൽതുഹു അൻ അഫ്ളലിദ്ദീൻ, ഏറ്റവും ഉത്തമമായ ദീനും ഏറ്റവും ഉത്തമമായ മാർഗമേതാണ്, മതമേതാണ് എന്ന് ഞാൻ ആ മനുഷ്യനോട് ചോദിച്ചപ്പോ അയാള് പറഞ്ഞ മറുപടി, മക്കയിൽ ഒരാൾ വരാനുണ്ട്, സ്വന്തം ജനതയുടെ ആരാധ്യ വസ്തുക്കളെ, അവരത്ര കാലം ആരാധിച്ചിരുന്ന കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം മറ്റൊരു ആരാധ്യനിലേക്ക് ആളുകളെയെല്ലാം ക്ഷണിക്കും. അദ്ദേഹം കൊണ്ടുവരുന്ന മതമാണ് ഏറ്റവും നല്ല മതം. അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾ കേട്ടാൽ അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾ കേട്ടാൽ ഫത്തബിഉഹു, അദ്ദേഹത്തെ നിങ്ങൾ ഫോളോ ചെയ്യുക എന്ന് ബഹുമാനപ്പെട്ട അംർ തങ്ങൾക്ക് വിവരം കിട്ടി. ഏതായാലും ബഹുമാനപ്പെട്ടവര് അവിടുന്നതാ മക്കയിലുള്ള ആളുകളോട്, മക്കയിൽ നിന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ ഹൽ ഹദഥ ഫീഹാ ഖബറുൻ ഔ അംറ, അവിടെ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും വിശേഷങ്ങളുണ്ടോ, എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ? വരുന്നവരോടെല്ലാം കേൾക്കും, അവര് പറയും പ്രത്യേകിച്ച് ഒന്നും ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മക്കയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഒരു യാത്രാ സംഘത്തെ കണ്ടുകൊണ്ട് അദ്ദേഹം ചോദിച്ചു വീണ്ടും, ഹൽ ഹദഥ ഫീഹാ ഖബറുൻ, അവിടെ എന്തെങ്കിലും പ്രത്യേകിച്ച് വല്ല വർത്തമാനവും ഉണ്ടോ? ആ സമയത്ത് ആ യാത്രാ സംഘത്തിൽപ്പെട്ട ആളുകൾ പറഞ്ഞ മറുപടി, നഅം റജുലുൻ റഗിബ അൻ ആലിഹതി ഖൗമിഹി വദഅ ഇലാ ഗൈരിഹാ, ഉണ്ടേ ഒരാളിപ്പോൾ പറയുന്നുണ്ട്, ഞങ്ങളെല്ലാം പ്രത്യേകിച്ച് മക്കക്കാരെല്ലാം ഇത്ര ആണ്ട് വിശ്വസിച്ച ഇലാഹുമാരെയെല്ലാം അയാള് തള്ളിപ്പറയുന്നു. പുതിയ ഒരു വിശ്വാസത്തിലേക്ക്, ഒരു ദർശനത്തിലേക്ക് അദ്ദേഹം ആളുകളെ ക്ഷണിക്കുന്നു. വിവരം കേട്ട മാത്രയിൽ ബഹുമാനപ്പെട്ടവര് അദ്ദേഹം മക്കയിലേക്ക് തിരിച്ചു. അദ്ദേഹം മക്കയിൽ നേരത്തെ താമസിച്ചിരുന്ന അകൗണ്ട് വീടുണ്ട്,
ആ വീട്ടിൽ ചെന്ന് ആളുകളോടൊക്കെ വിവരങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് വിവരമറിയുന്നത്. രഹസ്യ പ്രബോധനത്തിലാണ് മുത്തുനബി എന്ന കാര്യം അറിയുന്നത്. ഏതായാലും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ബഹുമാനപ്പെട്ട അംർ റളിയല്ലാഹു അൻഹു പോവുകയാണ്. അവിടുന്ന് ചെന്ന് മുത്തുനബിയോട് സലാം പറഞ്ഞു, അഭിവാദ്യങ്ങൾ അറിയിച്ചു. അവിടുന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളാരാണ്? മാ അൻത, നിങ്ങളാരാണ്? ഹബീബായ തങ്ങൾ പറഞ്ഞു, നബിയുൻ, ഞാൻ നബിയാണ്. വമൻ നബിയു, എന്ത് നബിയാണ്? ആ സമയത്ത് ഹബീബായ തങ്ങൾ പറഞ്ഞു, റസൂലുൻ, അല്ലാഹുവിന്റെ ദൂതനാണ് എന്ന് പറഞ്ഞപ്പോ വീണ്ടും ചോദിക്കുന്ന ചോദ്യമാണ്, വമൻ അർസലക, നിങ്ങളെ അയച്ചതാരാണ്? അല്ലാഹ്. ഹബീബായ തങ്ങളുടെ മറുപടി ഉടനെ വന്നു, അല്ലാഹു അയച്ചതാണ്. വീണ്ടും ചോദ്യമാണ്, ബിമാദാ അർസലക, എന്ത് വിഷയം കൊണ്ടാണ് അങ്ങയെ അയച്ചത്? ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുന്ന് മറുപടി പറയാണ്, അന്നസ്വിലൽ അർഹാമ വനഹ്ഖിനദ്ദിമാഅ വനഅമനസ്സുബുല. ഇങ്ങനെ തുടങ്ങിയിട്ട് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കുടുംബബന്ധം ചേർത്താനും രക്തം ചിന്തുന്നത് അവസാനിപ്പിക്കാനും വഴികൾ നിർഭയത്വമുള്ളതാക്കാനും ബിംബങ്ങളെയെല്ലാം പൊളിച്ചു കളയാനും മറ്റൊന്നിനെയും പങ്കു ചേർക്കാതെ അല്ലാഹുവിനെ ആരാധിക്കാനും ആളുകളെ പഠിപ്പാട്ടാനും അവൻ അയച്ചതാണ്. ഈ കാര്യമങ്ങ് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട അമൃതങ്ങൾ, നിഅമമാ അർസലക ബിഹി അഷ്ഹദു അന്നി ഖദ് ആമന്തു ബിക വസദ്ദഖ്തുക. അവിടുന്ന് പറയുന്നതാണ്, അല്ലാഹു നിങ്ങളെ അയച്ച കാര്യം എത്ര നല്ല വിഷയമാ. നിശ്ചയം ഞാൻ അങ്ങയെ വിശ്വസിക്കുകയും സത്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെന്ന് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ടവർ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബഹുമാനപ്പെട്ട അംർ തങ്ങൾ പറയാണ്, ഞാൻ ചോദിച്ചു, നബിയെ, ഞാൻ ഇവിടെ അങ്ങയോട് കൂടെ താമസിക്കണോ അതല്ല എന്റെ കുടുംബത്തിലേക്ക് തിരിച്ചു പോകണോ? ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, ഉംകുസ് ഫീ അഹ്ലിക ഫഇദാ സമിഅത ബി ഖറജ്തു മഖ്റജൻ ഫത്തബിഅനി. നിങ്ങളിപ്പോ നിങ്ങളുടെ കുടുംബത്തോടുകൂടെ തന്നെ താമസിക്കി. ഞാൻ ഇവിടം വിട്ട് പുറത്തു പോയി എന്ന് നിങ്ങൾ കേട്ടാൽ, ഹിജ്റയാണ് ഉദ്ദേശിക്കുന്നത്, അത് നിങ്ങൾ കേട്ടാൽ നിങ്ങൾ എന്റെ കൂടെ പോരണം എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ. കാലങ്ങൾ കഴിഞ്ഞു. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് പുറപ്പെട്ട വിവരമറിഞ്ഞു. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുട്ട പോയി. ബഹുമാനപ്പെട്ട അംർ തങ്ങൾ പറയാടും, ഹബീബായ തങ്ങളെ കണ്ടപ്പോ ഞാൻ ചോദിച്ചു, യാ നബിയല്ലാഹ് അലാ തഅരിഫുനി, ഓ അല്ലാഹുവിന്റെ റസൂലേ, തങ്ങൾക്ക് എന്നെ അറിയുമോ എന്ന് ചോദിക്കേണ്ട താമസം നഅം എന്നവിടുന്ന് മറുപടി പറഞ്ഞുകൊണ്ട്, അന്തസ്സലമിയു ജിഅ്തനീ ബിമക്കത, നിങ്ങൾ ആ സലമ ഗോത്രത്തിൽപ്പെട്ട ആളല്ലേ, എന്റെ അടുക്കലേക്ക് മക്കയിലിരിക്കുമ്പോ വന്നില്ലേ എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ചോദിക്കുകയാണ്. ഏതായാലും ഹബീബായ മുത്തുനബിയോട് അംർ റളിയല്ലാഹു അൻഹു ആ സമയത്ത് ചോദിക്കുന്നുണ്ട്, നബിയേ, അയ്യുസ്സാഅതി അസ്മഉ ലിദ്ദുആ, നബിയേ,
ദുആ ഏറ്റവും കൂടുതൽ സ്വീകരിക്കപ്പെടുന്ന ഏറ്റവും സ്വീകാര്യമായ സമയം, ആ സമയം എപ്പോഴാണ് നബിയേ? ഹബീബായ തങ്ങളുടെ മറുപടിയാണ് ജൗഫുൽ ലൈലിൽ ആഖിരി, രാത്രിയുടെ അവസാന പകുതിയാ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട അംർ ഇബ്നു അബ്സ എന്നവരോട് പറഞ്ഞതാണ്. ഏതായാലും ഇസ്ലാമിലേക്ക് കടന്നു വന്നവരിൽ പ്രമുഖരായ പ്രധാനപ്പെട്ടവരായ ആദ്യം കടന്നു വന്നവരിൽപ്പെട്ടവരാണ് അംർ ഇബ്നു അബ്സ എന്നവര്. പിന്നീട് ഇനിയും പറയാനുണ്ട്. മഹാന്മാരാകുന്ന ഹാരിസ് ഇബ്നു അബ്ദുൽ ഉസ്സ എന്ന് പറയുന്നവര്, അറിയില്ലേ? ഹവ്വ, ബഹുമാനപ്പെട്ട ഹലീമ ബീബി റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് ഹാരിസ് എന്നവര്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയിട്ട് മക്കയിൽ താമസിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഹാരിസ് എന്നവര് അവിടേക്ക് വരികയും ആ സമയത്ത് അതാ ബഹുമാനപ്പെട്ടവരോട് മക്കയിലുള്ള ആളുകൾ ഇങ്ങനെ പറയാണ്, അല്ല ഹാരി, എന്താണ് ഇപ്പൊ അവസ്ഥ? നിങ്ങൾ പോറ്റി വളർത്തിയ കിടാവല്ലേ? ആ കിടാവിപ്പോൾ നമ്മുടെ ഇലാഹുമാരെ, നമ്മൾ ആരാധിക്കുന്ന ഇലാഹുമാരെ എല്ലാം തള്ളി പറയുന്നു. എന്തവസ്ഥയാണ് എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ടവര് മുത്തുനബിയുടെ അടുക്കലേക്ക് പോവുകയും ഹബീബായ മുത്തുനബിയോട് വിവരം പറഞ്ഞു, മോനെ, ഐ ബുനയ്യ മാലക വലി ഖൗമിക യശ്കൂനക, ഓ കിടാവേ, എന്താണ് വർത്താനം? ആൾമാരൊക്കെ നിങ്ങളെ കുറിച്ച് ഇങ്ങനെ കംപ്ലൈന്റ് പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ, നിങ്ങളെന്താ, ഈ ജീവിതം കഴിഞ്ഞാൽ ഇനിയൊരു ജീവിതം വരാനുണ്ട്, അവിടെ 2 വീടുകളുണ്ട്, നന്മ ചെയ്ത ആളുകൾക്ക് അള്ളാഹു സ്വർഗമെന്ന് പറയുന്ന ലോകം കൊടുക്കുമെന്നും അല്ലാത്തവർക്ക് നരകമെന്ന ഒരു വീട് നൽകുമെന്നെല്ലാം പറയുന്നുണ്ടെന്ന് ആളുകൾ പറയുന്നുണ്ടല്ലോ. ഇത് പറഞ്ഞപ്പോ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അതേ ബാപ്പാ, ഞാനങ്ങനെ വാദിക്കുന്നുണ്ട്. ആ ദിവസമെത്തിയാൽ ഞാൻ നിങ്ങളുടെ കൈപിടിക്കുകയും നിങ്ങൾ ഇന്ന് സംസാരിച്ചതിനെ കുറിച്ച് ഞാൻ വിശദീകരിച്ച് തരികയും ചെയ്യുന്നതാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വർത്തമാനത്തിലെ ദൃഢത കണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹാരിസ് എന്നവര്, അവിടുത്തെ പോറ്റുപിതാവ്, ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. കഴിഞ്ഞില്ല. ബഹുമാനപ്പെട്ട അബ്ബാസ് ഇബ്നു മിർദാസ് തങ്ങളുണ്ട്, മഹാനായ ഖാലിദ് റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉമർ തങ്ങളുണ്ട്, സഅദ് ഇബ്നു അബി വഖാസ് തങ്ങളുണ്ട്, ഹംസ റളിയല്ലാഹു അൻഹു. ഇങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന പലരുമുണ്ടേ. ഇവരെല്ലാം ഹബീബായ തങ്ങൾക്ക് ശക്തി പകരുകയാണ്. ഈമാനോടുകൂടെ അവരങ്ങ് മുന്നിൽ നിന്നപ്പോ ഹബീബായ തങ്ങൾക്ക് വല്ലാത്ത ധൈര്യമാ, കൂടെയുള്ളവർക്കും വല്ലാത്ത ആശ്വാസമാ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വിശുദ്ധ ഇസ്ലാമിന്റെ സുന്ദരമായ ആശയങ്ങളെ ജനങ്ങളിലേക്ക് പറഞ്ഞു വന്നപ്പോഴല്ലേ അവിടുത്തെ കുടുംബം ഒറ്റപ്പെടുത്തിയത്? ഹബീബായ തങ്ങളോട് കൂടെയുള്ളവരെ പ്രയാസപ്പെടുത്തിയില്ലേ? ഭക്ഷണം നൽകാതെ, വീട്ടിലേക്ക് കയറ്റാതെ ഹബീബായ തങ്ങളെയും അവിടുത്തെ കൂടെയുള്ളവരെയും പ്രയാസപ്പെടുത്തിയ സംഭവങ്ങൾ എത്രയാ! ഇൻഷാ അല്ലാഹ് നമുക്ക് പറയേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്, ഉൾക്കൊള്ളേണ്ടതുണ്ട്. ആ ചരിത്രങ്ങളെല്ലാം കേട്ട് ഹബീബായ മുത്തുനബിയിലേക്ക് നമ്മുടെ ഖൽബ് തിരിയേണ്ടതുണ്ടേ. അല്ലാഹു ഖബൂലാക്കട്ടെ,
അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മൾ പറഞ്ഞതിനെയും കേട്ടതിനെയും നമ്മുടെ ക്ലാസ്സിനെയും എല്ലാം അള്ളാഹു സ്വാലിഹായ അഅ്മാലുകളിൽ പെടുത്തി, നല്ല വിഷയങ്ങളിൽ ഉൾപ്പെടുത്തി അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. കുടുംബങ്ങളിലും കൂട്ടുകാരിലും നമ്മളുമായി ബന്ധപ്പെട്ടവരിലുമുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ, ഏത് വിഷയങ്ങളാണെങ്കിലും റബ്ബേ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടും ഞങ്ങൾക്ക് നീ ശിഫ നൽകണേ അല്ലാ, ഐശ്വര്യം നൽകണേ അല്ലാ. മഹാന്മാരായ സ്വഹാബത്ത് ഇസ്ലാമിന് വേണ്ടി ക്ഷമിച്ച സഹിച്ച കഥകൾ ഞങ്ങൾ പറയുമ്പോൾ, ചരിത്രം ഇങ്ങനെ ഓർക്കുമ്പോൾ റബ്ബേ ഞങ്ങളെവിടെയും എത്തുന്നില്ല. ഈ ചരിത്രങ്ങൾ പറയുന്നത് കൊണ്ടെങ്കിലും, ഇതൊന്ന് കേൾക്കുന്നത് കൊണ്ടെങ്കിലും, ഇതൊന്ന് അറിയുന്നത് കൊണ്ടെങ്കിലും അവരോടുള്ള മഹബത്തും കൂറും ഞങ്ങളുടെ ഖൽബിൽ ജാസ്തിയാക്കി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിഞ്ഞവരിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഹബീബായ തങ്ങളെ കിനാവിൽ കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ കബൂലാക്കണേ അല്ലാ. നീ ഞങ്ങളെ ആരെയും തട്ടി ദൂരത്താക്കല്ല അല്ലാ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام والحمد لله رب العالمين. വാക്കുകൾ നിർത്തുന്നു. ബാക്കി ഇൻഷാ അല്ലാഹ് ഇതിന്റെ കണ്ടിന്യൂ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. അല്ലാഹു ഖബൂലാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.